പക്ഷേ ഈ പാകിസ്ഥാൻ ഫെബ്രുവരി 5 കാശ്മീർ ഐക്യദാർഢ്യ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതായത് ഈ പറയുന്ന പാക് അധീന കാശ്മീരും ഇപ്പോഴുള്ള കാശ്മീരും അവർക്ക് വേണം എന്നുള്ളതാണല്ലോ അവരുടെ ഒരു എന്താ പറയുക ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഷ്കർ ഇ തോയ്ബയും അതുപോലെ തന്നെ ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദ് ഈ രണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളും കൂടെ ചേർന്ന് പാകിസ്ഥാനും കൂടെ ചേർന്നുകൊണ്ട് പാക് അധീന കാശ്മീരിൽ വെച്ചൊരു വലിയ യോഗം സംഘടിപ്പിച്ചു. അത് ഇന്ത്യ വിരുദ്ധ യോഗമാണ്, അത്യാവശ്യം വലിയ പരിപാടിയായിരുന്നു. അതിലേക്ക് ഈ ഹമാസിൻ്റെ ആളുകളെ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഹമാസിൻ്റെ ആളുകൾ വന്നിറങ്ങുമ്പോൾ ഈ കുതിരപ്പുറത്തൊക്കെ വന്നിറങ്ങി അവർക്ക് വലിയ സ്വീകരണമൊക്കെയാണ് കൊടുത്തത്. എന്നിട്ട് ഇന്ത്യക്ക് നേരെ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് ഇന്ത്യയെ നശിപ്പിക്കും എന്ന നിലയിലൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദിവസം തന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുമായിട്ട് ഞങ്ങൾ സമാധാനപൂർണ്ണമായിട്ടുള്ള ചർച്ചയാണ് ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നടക്കുന്നത് വേറൊരു കാര്യം കൂടെയാണ്. ഹമാസ് കൂടുതൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമം, ഇന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുകൂടെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ നിലപാട് ഇരട്ടത്താപ്പല്ലേ? പാകിസ്ഥാൻ ഒന്ന് പറയുകയും വേറൊന്ന് പ്രവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണത്. കാരണം ഇന്ത്യക്ക് ജനാധിപത്യ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയും ഇന്ത്യക്ക് ഒരു ഭേദപ്പെട്ട ജീവിത നിലവാരം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുകയും ചെയ്യും. ഇന്ത്യ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വളർന്ന് വികസിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ വളരെ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. വീഴ്ചകൾ ഒരുപാട് ഉണ്ട്, അത് വേറെ വിഷയമാണ്. പക്ഷേ എങ്കിലും ഇന്ത്യൻ സമൂഹത്തെ ലോക സമൂഹത്തിന് മുന്നിൽ വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മറിച്ച് പാകിസ്ഥാൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് മാത്രമാണ് ജനാധിപത്യം അവിടെ തുടർന്നു പോകുന്നത്. പിന്നീട് അത് കശാപ്പ് ചെയ്യപ്പെടുകയും അത് സമ്പൂർണ്ണമായി പട്ടാള ഭരണാധിപന്മാരുടെ കീഴിൽ അമരുകയും ചെയ്യും. പിന്നീട് അവിടുത്തെ ഭരണകൂടങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് പട്ടാളത്തിൻ്റെ പാവയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് തുടർന്നു വരികയാണ് ചെയ്തത്. ഇന്ത്യയുമായിട്ടുണ്ടായ യുദ്ധങ്ങൾ അതിലൊക്കെ പ്രകടമായിരുന്നത് ഈ പട്ടാള ജനറൽമാരുടെ ഈഗോയും അതേപോലെ തന്നെ അവരുടെ പണാർത്തി, അധികാരാർത്ഥി, അതേപോലെ തന്നെ അവരുടെ മതപരമായിട്ടുള്ള മുഷ്ക്, ഇതൊക്കെയാണ് അതിൽ പ്രകടമായി നിലനിന്നിരുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. അത് തുടരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദരിദ്ര രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടുത്തെ ആളുകൾക്ക് ജീവിത സാഹചര്യങ്ങൾ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെ ജീവിക്കാൻ പറ്റാത്ത കുറേ ആളുകളെയും കൊണ്ട് നടക്കുന്ന രാഷ്ട്രം അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇവർക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന് പകരം ഇവന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകളുടെ ശ്രദ്ധ, ഇവരുടെ ഒരു മതബോധം, വർഗീയത അതിലേക്ക് ഊന്നി നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലക്ക് രാഷ്ട്രത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കും. എന്താണ്? ഇന്ത്യയും അതുപോലെ പാകിസ്ഥാനും കൂടി സമാധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അപ്പുറത്ത് ഇവർ പറഞ്ഞാലും കേൾക്കില്ല. അവർ തീവ്രവാദികൾ സ്വാഭാവികമായിട്ടും അക്രമത്തിനുള്ള വഴികൾ അന്വേഷിച്ച് നടക്കും. നിരന്തരമായിട്ട് ആക്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ കാശ്മീരിൽ നിരന്തരമായിട്ട് എത്രയോ ആളുകളെയാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, പട്ടാളക്കാരെ ഒക്കെ ഇവന്മാർ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സ്ഥിരം പരിപാടിയാണ് ഇവരുടെ. ആ പരിപാടിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫെബ്രുവരി 5 കാശ്മീർ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് ഒരു സമ്മേളനം നടത്തുകയും ആ സമ്മേളനത്തിൽ ഈ ഹമാസ് അടക്കമുള്ളതായിട്ടുള്ള ലോകത്തെ തീവ്രവാദി സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. അവരെ കൊണ്ടുവരുന്നു, അവരെ പുഷ്പവൃഷ്ടി നടത്തി ആനയിക്കുന്നു. അങ്ങനെ അവരുടെ ഒരു വലിയ ആഘോഷം. ആ ആഘോഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മേൽ മെക്കിട്ട് കയറുന്നതിനുള്ള ഒരു മാനസിക ഒരുക്കം മാത്രമാണ്. മാനസികമാണ് ശരിക്കും. ശാരീരികമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് ഇന്ത്യയുടെ മേൽ ആക്രമണം നടത്താനുള്ള ശേഷി ഇപ്പോൾ അവർക്കില്ല, നേരത്തെയുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഈ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വശത്ത് സമാധാനപൂർവ്വമായിട്ടുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതേ സമയത്ത് തന്നെ അതിനെ ടോർപ്പിഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദി സംഘടനകളുടെ സംയുക്ത സമ്മേളനമൊക്കെ നടത്തി വിരട്ടുക, ഇന്ത്യയെ ശരിപ്പെടുത്തി കളയും എന്നൊക്കെ പ്രഖ്യാപിക്കുക. അതൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് മണ്ടന്മാർ അതിൻ്റെ അകത്തുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മതം മനുഷ്യനെ മണ്ടനാക്കി മാറ്റുന്നതിന്
ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവർ. ഹമാസും ഒക്കെ തന്നെയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇസ്രായേൽ അതേപോലെ തന്നെ പലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ എത്ര ആയിരക്കണക്കിന് മുസ്ലിം അമ്മമാർ, കുട്ടികളും മനുഷ്യരൊക്കെ മരിച്ചുപോയി. ഇവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. ഇവരാണ് അവരെയൊക്കെ കശാപ്പ് ചെയ്യുന്നതിന് കാരണക്കാരായി, കൊലക്കൊടുക്കുന്നതിന് കാരണമായിട്ട്. അപ്പോൾ മനുഷ്യരെ കൊലക്കൊടുക്കുക എന്ന് പറയുന്നത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് രക്തം കൊണ്ട് ഒപ്പിട്ട് നടക്കുന്നതായിട്ടുള്ള ഭീകരന്മാരാണ് അവരിതൊക്കെ തന്നെ ചെയ്യും. ഈ പാകിസ്ഥാൻ്റെ ഒരു ഇരട്ട മുഖമുണ്ടല്ലോ. അതായത് പാകിസ്ഥാൻ പറയും ഞങ്ങൾ ഈ തീവ്രവാദത്തെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞങ്ങൾക്ക് അന്ന് നിലപാടൊന്നുമില്ല എന്നൊക്കെ പറയും. ഒരു ജനാധിപത്യത്തിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് എന്ന് പറയും. പക്ഷേ ഈ ഉള്ളിൽ കൂടി ഈ പറയുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഇവർ വളം വെച്ച് കൊടുക്കും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, താലിബാനുമായിട്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ ഹമാസിനെയും ലഷ്കർ ഇ തൊയ്ബയെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിനെയും ഒക്കെ കൂട്ടിച്ചേർത്ത് ഇവർക്കൊരു സമാന്തര സൈന്യം എന്ന നിലയിൽ തന്നെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ത്യയോടുള്ള ഒരു ശത്രുത എന്ന് പറയുന്നത് ഒരു ആജന്മ ശത്രുത തന്നെയാണ്. പക്ഷെ അതിൻ്റെ അതങ്ങ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. ഈ തീവ്രവാദികളെയാണ് ഉപയോഗിക്കുന്നത് ഇതിന്. അല്ല, തീവ്രവാദികളല്ലാതെ ആരെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും? ഈ മതബോധത്തെ അല്ലെങ്കിൽ വർഗീയതയെ തീവ്രവാദമായിട്ട് പരിവർത്തിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മനുഷ്യരെ മുഴുവനും മനുഷ്യ ചാവേറുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് പ്രാന്തായി കഴിഞ്ഞാൽ ഇവരെ എന്തും ചെയ്യാനായിട്ട് ആയുധം കൊടുത്ത് വിടാം. അങ്ങനെ ആയുധം കൊടുത്ത് ഈ ചാവേറുകൾ വന്നാണ് പലപ്പോഴും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായിട്ടുള്ള രീതിയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും എവിടെയും പ്രശ്നങ്ങൾ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഏതാണ്ട് എല്ലാ ആളുകളും ഇവർക്കെതിരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോകത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതം നടക്കുമ്പോൾ ആ സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതത്തെ നശിപ്പിക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ തീവ്രവാദികൾ. ചുമ്മാ നമ്മളെ വലിയ ആഘോഷം നടക്കുകയായിരിക്കും, പെട്ടെന്ന് പൊട്ടിത്തെറിയുണ്ടായി നൂറുകണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നു, ബലൂൺ പൊട്ടിത്തെറിക്കുന്നവർ പൊട്ടിത്തെറിച്ച് എത്തും. ഒരു മാർക്കറ്റിൽ സാധാരണ മനുഷ്യരുടെ ജീവിതം, അതിൻ്റെ ആ ജീവിത വ്യാപാരത്തിനിടയിലാണ് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബോംബ് പൊട്ടിത്തകരുന്നു, അവിടെയുള്ള ഒരുപാട് ആളുകൾ മരിച്ചുപോകും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ഭീകരന്മാർ, അവർക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞില്ല, മനുഷ്യ സ്നേഹമില്ല, ഒന്നുമില്ല, ലോകം നന്നാവണമെന്നും ആഗ്രഹമില്ല. അവരുടെ വൈകാരികമായിട്ടുള്ള ഭ്രാന്ത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കേന്ദ്രം ആയിട്ട് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തൊട്ട് അയൽ പ്രദേശത്ത് ഉള്ള ഇടങ്ങളിലെല്ലാം ഇവരുടെ ആളുകളാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അവരുടെ കയ്യിലായി. ശരിക്കും താലിബാൻമാരുടെ കയ്യിലായി. പക്ഷേ താലിബാൻ അധികാരത്തിലേക്ക് വരുന്നേക്കുമ്പോൾ അവരെന്ത് ചെയ്തിരുന്നു, അവർ പാകിസ്ഥാനിലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകിയത്. പരിശീലനം നൽകിയ അവർ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അവർ റോഡുകളൊക്കെ തടഞ്ഞ് വലിയ കൊള്ളകളൊക്കെ നടത്തി പണം സംഭരിച്ച് ഒരു സമാന്തര സർക്കാരിനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ സർക്കാരാണ് കുറേ കഴിയുന്ന സമയത്ത് യഥാർത്ഥ സർക്കാരായി മാറി. അങ്ങനെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ അധികാരത്തിലെത്തുകയും ആ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ എന്തായിരിക്കും ലോകം എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ അതുപോലൊക്കെ തന്നെയല്ലേ? ബംഗ്ലാദേശിലും ഇപ്പോൾ അത് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബംഗ്ലാദേശ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അവിടെയും ഇത് കടന്നുകൂടി അവിടെ അസ്വസ്ഥതകളുണ്ടാക്കി കലാപം സൃഷ്ടിച്ച് അവിടത്തെയും ജീവിതം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനെ സമാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ മുസ്ലിം സമൂഹത്തെ തന്നെ ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. തീർച്ചയായിട്ടും.